വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം. യേശുവിന്റെ അത്ഭുതങ്ങളും ആത്മീയ ഉപദേശങ്ങളും നിറഞ്ഞതാണ്. 5000 പേരുടെ ഭക്ഷണം, കടലിന് മീതെയുള്ള യേശുവിന്റെ നടക്കൽ, ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള വിവരണം, വിശ്വാസത്തിന്റെ വെല്ലുവിളി എന്നിവ ഇവിടെ കാണാം. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകി. ഇത് അവന്റെ കരുണയും ദൈവിക ശക്തിയും തെളിയിക്കുന്നു. ശിഷ്യന്മാരുടെ പക്കലെത്താൻ യേശു കടലിന്മീതെ നടന്നു. അവന്റെ ദൈവിക അധികാരം പ്രകൃതിയിലും പ്രകടമായി. യേശു പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. മോശയുടെ കാലത്ത് ലഭിച്ച മന്നയേക്കാൾ മഹത്തായ ആത്മീയ ഭക്ഷണം യേശുവാണ്. വിശ്വാസത്തിന്റെ ആവശ്യകത ഇവിടെ ഊന്നിപ്പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. അവൻ അവരെ അവസാന ദിവസം ഉയർപ്പിക്കും. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. 6-ാം അധ്യായം 63-ാം തിരുവചനം. യേശുവിനെ പിന്തുടർന്ന ചിലർക്ക് തിരുവചനങ്ങൾ കടുപ്പമായി തോന്നി. എന്നാൽ പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. വിശുദ്ധ യോഹന്നാൻ 7-ാം അധ്യായത്തിൽ യേശുവിന്റെ ഉപദേശങ്ങളും ജനങ്ങളുടെ പ്രതികരണങ്ങളും ഉൾക്കൊള്ളുന്നു. യേശുവിന്റെ സഹോദരന്മാർ പോലും അവനെ സംശയിച്ചു. വിശ്വാസം കുടുംബബന്ധത്തിലൂടെയല്ല, വ്യക്തിപരമായ ആത്മീയ തിരിച്ചറിവിലൂടെ വളരുന്നു. യേശു ജെറുസലേമിലെ കൂടാരത്തിരുന്നാളിന് രഹസ്യമായി പോയി. പിന്നീട് ദേവാലയത്തിൽ ഉപദേശിച്ചു. ചിലർ അവനെ പ്രവാചകനെന്ന് കരുതി, ചിലർ ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചു, മറ്റു ചിലർ അവനെ നിരസിച്ചു. യേശു പറഞ്ഞു, ഞാൻ സ്വയം വന്നതല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ജനങ്ങൾ തമ്മിൽ യേശുവിനെക്കുറിച്ച് വിഭജനമുണ്ടായി. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. മുമ്പ് യേശുവിനെ കണ്ട നിക്കോദേമോസ് അവനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവന്റെ വാക്കുകൾ കേൾക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.